ഹലോ മൈ ഗേൾസ്, നമ്മൾ ഇനി മുതൽ സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. മൈൻക്രാഫ്റ്റ് മലയാളം സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ പുറപ്പാടുകളെ ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുകയാണ്. വേൾഡ് ഇനി നമ്മൾക്ക് ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ലോക പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ക്രിയേറ്റ് മോഡ് എന്ന് പറയുന്ന ആ മോഡിനെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വേൾഡ് ക്രിയേറ്റിംഗ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണാം. നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വേൾഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തന്നെ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഒരു കാട്ടണം. നമുക്ക് കുറച്ച് കളക്ട് ചെയ്യണം. പിന്നെ ഞാൻ അങ്ങനെ ഈ സ്ലാഷ് വർത്താനം കഴിഞ്ഞ് ഞാൻ ഒരു സ്ലാഷ് വർത്തനം പറയുന്നത് ഞാൻ ആഡിങ് വേണ്ടി അങ്ങനത്തെ ഈ സാധനം ഞാൻ ആഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റിങ്സ് ആണ് അത്. ഞാൻ എന്തൊക്കെയാണ് നടത്തിയവ ആയതാണ് അടുത്ത സെറ്റിങ്സ്. എനിക്ക് ഹോളുണ്ട്. ക്രിയേറ്റ് മോഡിന്റെ ഐറ്റംസ് ഉണ്ട്. ഈ ഒരു സ്പീഡ് കൺട്രോൾ മാത്രമാണിത്. ഈ കൺട്രോൾ ട്യൂബ് ഇനി ക്രാഫ്റ്റിംഗ് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ശേഷം എന്തുമാവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. വുഡ് കളക്ഷൻ അതാണ് ആദ്യം മൈൻക്രാഫ്റ്റിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. വുഡ് കളക്ഷനാണ്. ഞാനിത് ആദ്യം ചെയ്യേണ്ട കാര്യം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവം കണ്ടുപിടിക്കണം. ഒരു വില്ലേജ് വല്ലതും കാണും. ഇതിൽ മോഡിനെ കൂടി ആഡ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡാണിത്. ഒരു മോഡ് മറ്റേ ഈ മരത്തിൻ്റെ ഒരു ലോക്ക് മാത്രം പിടിച്ചാൽ മതി. അപ്പം അതിനും ഈ ഫുള്ള് മഴ അങ്ങനെ പറ്റിയുള്ളൂ. ഫുള്ളെന്ന് പറഞ്ഞാൽ ഈ ലോകുകൾ മൊത്തം നമ്മുടെ കയ്യിൽ ആവും. ഒരു മോഡ് ഞാനിതിൽ മൈൻക്രാഫ്റ്റിലോട്ട് ഞാൻ MC ബെഡ്റോക്ക് മോഡ്സ് എന്നൊരു സംഭവമുണ്ട്. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണിത്. ഇപ്പോൾ 5 ഒരു മരത്തുമെന്നും അങ്ങനെ എനിക്ക് 4 ലോക കിട്ടി. ഈ മരത്തുമെന്ന് എത്ര ലോക കിട്ടുന്നു? ഞാൻ ആദ്യം തന്നെ സ്പോൺ ഒരു മറ്റേ പ്ലെയിൻസ് ബയോമിലാണ്. അടുത്ത എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവാതിരിക്കില്ല. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ വില്ലേജുകളുള്ളൊരു സ്ഥലമല്ലേ പ്ലെയിൻസ്. അങ്ങനത്തെ ബയോമ് ഞാൻ സെർച്ചിങ് ചെയ്ത് നടക്കണം. പിന്നെ ഒരു ടെക്സ്റ്റർ ബാഗ്, ഒരു ഷാഡർ ബാഗ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ക്ലൗഡുകളൊക്കെ ഇങ്ങനെ ഞാൻ സണ്ണ് മാത്രം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് നമ്മുടെ വാനില മൈൻക്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പിന്നെ ഒരു കിണർ കിണറുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ
വല്ലതും കണ്ടുപിടിക്കണം. സ്ഥലങ്ങളുണ്ടോ നമുക്ക് വാസസ്ഥലമാക്കാൻ പറ്റിയ വല്ല സ്ഥലങ്ങളുണ്ടോ നോക്കി വെക്കണം. വല്ല വില്ലേജുകളോ വല്ല സ്ട്രക്ചേഴ്സോ അതുപോലെ നോക്കാം. സ്ട്രക്ചേഴ്സ് കാണില്ലേ. പിന്നെ ഇതിൽ വന്നിട്ട് ഞാൻ മറ്റേ ഒരു കുറച്ച് സാധനം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. മറ്റേ എന്തോ സാധനം ഞാൻ എല്ലാതും ക്രാഫ്റ്റിങ് ചെയ്യട്ടെ ആദ്യം. നുള്ള് എന്നിട്ട് നമ്മൾക്ക് ഇനി കുറച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്റ്റിക്കും ക്രാഫ്റ്റിംഗ് ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ആൻഡസൈറ്റ് അലോയ്. ഇതും വേണം. എനിക്ക് എക്സ്പ്ലോറിങ് ചെയ്യേണ്ട അവസ്ഥയായി. മൈൻക്രാഫ്റ്റിലാണെങ്കിൽ വന്നൊരു ഈ ആൻഡസൈറ്റ് അലോയ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ആൻഡസൈറ്റ് എന്ന് പറഞ്ഞൊരു വൃത്തിയായിട്ട് ബ്ലോക്കായിട്ടാണ് കണക്കാക്കണത്. ഈ ക്രിയേറ്റീവ് മോഡിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില മനസ്സിലാവുന്നത്. പറഞ്ഞാൽ അവിടെ ഞാൻ കുറച്ച് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് പിക്കാക്സും ആക്സും ക്രാഫ്റ്റിംഗ് ചെയ്യണം. എന്താ സാധനം അയൺ ഷീറ്റ്, സീറ്റുണ്ട്. ഇത് എൻ്റെ വേണ്ടാവിനെ കപ്പിലുണ്ട്. സീറ്റിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആരെ അപ്ഡേറ്റിലോട്ട് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ ബെഡ്റോക്ക് എഡിഷൻ ഇതാണ്, ബീറ്റ വേർഷനാണ് ഞാൻ കളിക്കുന്നത്. ഇതാണ് നമ്മൾക്ക് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. ആദ്യം ആക്സ്, പിക്കാക്സ്, സോഡ്, ഇത്ര മതി. ഇതോടെ നൈറ്റാണ്. ഞാൻ ഷീപ്പിന് കിട്ടിയിട്ടില്ല. പിഗല്ലടാ മൊണ്ണേ, ഷീപ്പിനാണ് വേണ്ടത്. നീ സ്പൂണായിട്ട് എന്താ കാര്യം? ഡോങ്കിയതാ. കണക്ക് ഒരു പരിപാടിയുണ്ട്. നമുക്ക് ചീസ് ഉണക്കാം. ചീസ് ഒരു നൈറ്റ് ഡേ മറ്റൊരു സ്ലാഷിൻ്റെ ഐറ്റം ഉണ്ട്. അതിന് നമുക്ക് ഉണക്കാം. സെറ്റിങ്സിന് ഓണാക്കിയിട്ട് തുടങ്ങി നമ്മൾക്ക് വളരെ ഇതാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് കളിക്കാം. അവർക്ക്
അതിനായിട്ട് പറഞ്ഞാൽ കോർഡിനേറ്റ് പിന്നെ ഡേ കൗണ്ടർ ഓണാക്കാം. സെറ്റിംഗ് ഞാൻ ഓണാക്കി. ഇനി തിരിച്ചു പോവുക. സ്ലാഷ് ലൈക്കണ് പിന്നെ ഡേ ആക്കി കൊടുക്കാം. ഡേ അല്ല, സൺറൈസ്. പിന്നെ നമുക്ക് ഷീറ്റ് വെച്ചാണ്. നമുക്കിനി 2 ഷേപ്പിനെ കൂടി ഇനി കിട്ടണം. 2 ഷേപ്പിനെ കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി 2 ഷേപ്പിനെ കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം. എന്താണ് കുഞ്ഞു മരം? ഇരിക്കാൻ മാത്രം ഇവിടെ. ഞാനിതിൽ ട്രീസ് എന്ന് പറഞ്ഞൊരു മോഡിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ മോഡിന്റെ ഭാഗം വന്നിട്ടുള്ള ഫേസ് ആയിരിക്കും തോന്നുന്നത്. ഒരു ട്രീ ആണെന്ന് തോന്നരുത്. നമുക്ക് ഇനി കുറച്ചും കൂടി ഐറ്റംസ് കട്ടിങ് ചെയ്യാം. റിസോഴ്സസ് കട്ടിങ് ചെയ്യാം. 2 കൂളായി. ഒരു കൂളും കൂടി കട്ടിങ് ചെയ്യണം. ഈ ഷേപ്പിൽ എന്താ കിട്ടിയിട്ട് കാര്യം? നമ്മുടെ അടുത്ത് വൈറ്റാണ്ടത്. വൈറ്റ് ഡൈ ഉണ്ടാക്കാണ്ട് ബോൺ വേണം. ഇതിൻ്റെ അടിയിലൊന്നും സൾഫറിക്കാണ് തോന്നുന്നത്. അതിൻ്റെ ബ്ലോക്ക് വെള്ളം നമുക്ക് കുറച്ചുകൂടി ഷേപ്പിനെ കട്ടിങ് ചെയ്യാം. ഷേപ്പിനെ കൂടി. പിന്നെ ഫുഡ് ഇടുന്നുണ്ട് അടുത്ത്. ആ കോണുണ്ട്, കഴിക്കാൻ പറ്റുമോ നോക്കിയാൽ അടിപൊളിയാണത്. നമുക്ക് ഷീപ്പ് ഷേപ്പിനെയും കൾട്ടിങ് ചെയ്തിട്ട് ഇനി ബാക്കിയുടെ അല്ലാതെ കാണിച്ചു തരാം. ഫുഡും ഷീപ്പിനെയും കൾട്ടിങ് ചെയ്തതിനു ശേഷം പിന്നെ കാണാം നമുക്ക്. ആവശ്യമുള്ള അത്രയ്ക്കും ഫുഡ് കിട്ടി. എനിക്ക് കോൺ
പിന്നെ കുറച്ചും കൂടി ഇനി വല്ലതും ഇനി വളരെ നമുക്ക് വല്ല സ്ട്രക്ചേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് നോക്കി വെക്കാം. അടുത്തനായിട്ട് ഒരു സ്പ്രൂസ് ടൈഗ ഉണ്ട്, സ്പ്രൂസ് ടൈഗ ഭയം ഉണ്ട് അടുത്തനായിട്ട് അറിഞ്ഞത്. നമുക്ക് ബ്രെഡ് ക്രാഫ്റ്റിംഗ് ചെയ്യാം. മണക്കാൻ മതി അടച്ച് അത് ഉണക്കാം. കുറച്ചും കൂടി ടൈം അവിടെ കളയാം. ഈ ടൈമാണ് നമുക്ക് ഉറങ്ങാനുള്ള സമയം പറഞ്ഞത്. നമുക്ക് രണ്ട് കോളും രണ്ട് ഇത് മതി. പ്ലാങ്കിന് 2 കോളും 4 പ്ലാങ്കും 3 പ്ലാങ്കും ഒരു വൈറ്റ് ഡൈയും. സ്വീറ്റ് ഉണ്ടാക്കും. അവിടെ ശരി കണ്ടെത്തണം. ഞാൻ കണ്ടെത്തിയാണ് ആൻഡസൈറ്റ് അടവ് ഉണ്ടാക്കുന്നത്. ആ മോഡ്
ചന്ദനം കളിക്കോ ചന്ദനത്തടി മറ്റേ മൈൻക്രാഫ്റ്റില് റെഡ് കളറിൽ വേണ്ടായി അത് മാംഗോട്ട് മാത്രമേ പുതിയത് ഒന്നോട് തോന്നത് ഇതാ ഇരുട്ട് കേവുണ്ട് അവിടെ കേവ് സീറ്റ് കൊടുക്കുക ഒന്നും എൻ്റെ പോയിട്ടില്ല എൻ്റെ അവിടേക്കാണ് ഉള്ളത് കുറച്ച് സ്റ്റോൺ കട്ടിങ് ചെയ്യാം ഇവിടെ പോളില്ല എല്ലാവർക്കും ബൈ ബൈ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു നാളത്തെ എപ്പിസോഡായിട്ട് നാളെ കാണാം എന്നാ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ ബൈ